ഏകദേശം ഫുള്ള് ഡ്യൂക്കായി. എഞ്ചിൻ മാത്രമേ ഇപ്പോൾ NS-ൻ്റെ ആയിട്ടുള്ളൂ കേട്ടോ. ഡ്യൂൽ ഡിസ്ക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് വണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാ വണ്ടി ഓട്ടിക്കുമ്പോൾ നല്ലോണം മനസ്സിലാവുന്നുണ്ട്. ഡ്യൂക്കിൻ്റെ സിംഗാമ്പ്, ഡ്യൂക്കിൻ്റെ ഡിസ്ക്, ഡ്യൂക്കിൻ്റെ ഒലോയി, ഡ്യൂക്കിൻ്റെ കാലിപ്പർ. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു NS200 ഒരു ഡ്യൂക്ക് മോഡൽ ആക്കിയതാണ്. ഡ്യൂക്ക് മോഡലല്ല, ഏകദേശം ഫുള്ള് ഡ്യൂക്കായി. എഞ്ചിൻ മാത്രമേ ഇപ്പോൾ NS-ൻ്റെ ആയിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഏകദേശം ഭാഗങ്ങൾ ഫുള്ള് ഇപ്പം ഡ്യൂക്കിൻ്റെ ആക്കിയിരിക്കുകയാണ്. ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ 250 ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാ വെച്ചിരിക്കുന്നത്. അതിലോട്ടൊക്കെ വരാം. അപ്പം ഈ ഒരു NS എന്ന് വെച്ചാൽ നമ്മൾ ആകാശിൻ്റെ കട എന്ന് വെച്ചാൽ നമ്മൾ 220 പറഞ്ഞില്ലേ, എഞ്ചിനൊക്കെ സെറ്റാക്കിയില്ല. ആ ഷോപ്പിൽ ഞാൻ 220 ഇറക്കുന്ന ആ സമയത്ത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു NS ഫുള്ളായിട്ട് ഇറക്കാൻ നേരത്തെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വരാമെന്ന്. അപ്പോൾ ആ ഒരു NS അവിടെ അന്ന് ഇരുന്ന കോല നിങ്ങൾ കണ്ടു കാണും. നിങ്ങൾ ചിലപ്പോൾ ആദ്യത്തെ കോല നിങ്ങൾ കണ്ടു കാണത്തില്ല. വണ്ടി ഫുള്ള് ഇടിച്ച് തുറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ വണ്ടി ഫുൾ സ്റ്റോക്ക് കണ്ടീഷനിലായിരുന്നപ്പോൾ തന്നെ നമ്മളെ ഇതിൻ്റെ ഓണറിൻ്റെ ഫ്രണ്ട് എടുത്തുകൊണ്ട് പോയി എവിടെയോ കൊണ്ട് ഇടിച്ചിട്ടുണ്ട്. ഇടിച്ച് അതിൻ്റെ സ്റ്റോക്ക് റേഡിയേറ്ററൊക്കെ ബെൻഡായി, റേഡിയേറ്റർ ഭാഗങ്ങളൊക്കെ ഫുള്ള് ഞണങ്ങി ഫുള്ള് നശിച്ചു പോയി. അങ്ങനെ വണ്ടി ഇങ്ങനെ തറയെ കുത്തിയാണ് വെച്ചിരുന്നത്. അങ്ങനെ പിക്കപ്പിലൊക്കെ കയറ്റി കൊണ്ടുവന്ന് ഷോപ്പിൽ കൊണ്ട് വെച്ചാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് വച്ചിട്ട് വണ്ടി പിന്നെ ഈ സ്റ്റോക്ക് ആക്കാൻ തന്നെ ഇന്ന് എക്സിമേറ്റ് ഇട്ട് നോക്കി. അപ്പം ഏകദേശം ഒരു 30 അടുപ്പിച്ചായി കേട്ടോ. പുള്ളിക്ക് വേറൊരു ഐഡിയ വന്നു, ഈ ഡ്യൂക്കിൻ്റെ USD കാര്യങ്ങളൊക്കെ എടുത്ത് കയറ്റി ഇങ്ങനെ ലുക്കാക്കി എടുക്കാമെന്ന് കേട്ടോ. അപ്പം അങ്ങനെയാണ് പിന്നെ ഇതിലോട്ട് ആയത്. അങ്ങനെ ഇതിപ്പോൾ ഏകദേശം ഒരു 25 ആ റേറ്റ് ആയെന്നാണ് അവരും പറഞ്ഞു കേട്ടോ. ഇതിൻ്റെ സാധനങ്ങൾ മാത്രം, പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും കൂട്ടാതെ സാധനങ്ങൾ മാത്രം ഏകദേശം 25, കുറച്ച് മുമ്പോട്ടോ കുറച്ച് വേഗലോട്ടൊക്കെ ആയി കാണും. അപ്പം അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അതപ്പോൾ എന്തെന്നൊക്കെ മാറിയെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഫ്രണ്ട് ഡ്യൂക്ക് 250 ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ കൊടുത്തിരിക്കുന്നത്. മീറ്റർ കൺസോൾ NS-ൻ്റെ തന്നെ സ്റ്റോക്ക് തന്നെ. പിന്നെ താഴോട്ട് വരാൻ നേരത്തെ നമുക്ക് 2 USD ഫോർക്ക്, അതുപോലെ തന്നെ ഡ്യൂക്കിൻ്റെ മൾഗാർഡുമാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നോക്കാൻ നേരത്ത് ഞെട്ടിക്കുന്ന വേറെ ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്യൂൽ ഡിസ്ക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്ത് 2 കാലിപ്പറും സെറ്റ് ചെയ്തിട്ടുണ്ട്, 2 ബ്രേക്കിൻ്റെ ആ വയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ പിന്നീട് കാര്യം മനസ്സിലാവും, ഈ കാലിപ്പർ വർക്കല്ല, ഇത് ഡെമോ പീസാണ് കേട്ടോ. ഡെമോ പീസ് എന്ന് വെച്ചാൽ ഇത് വർക്കാക്കാൻ വച്ചിരിക്കുന്ന സാധനം, ഇത് വർക്കാക്കാൻ വേണ്ടി വെച്ചതാണ്. ഈ ഡിസ്കും കാര്യങ്ങളൊക്കെ എടുത്ത് കാലിപ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് വർക്കാക്കാൻ വേണ്ടി വെച്ചതാണ്. ലെഫ്റ്റ് USD തന്നെ 2 എടുത്തിട്ട് ഈ ഭാഗത്തും കയറ്റിയിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഭാഗത്തും കാലിപ്പറൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റുന്നത്. ഈ ഒരു വണ്ടി ഞാൻ വർക്ക്ഷോപ്പിൽ നിന്ന് ഡയറക്റ്റും കൊടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. വണ്ടി ഇന്ന് വൈകുന്നേരം 7 മണി സമയത്തൊക്കെ വണ്ടി റിവീലിങ്ങിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ആ 7 മണി സമയത്ത് റിവീൽ ചെയ്തിട്ട് വണ്ടി പുറത്തോട്ട് ഇറക്കി കാണിക്കാൻ നേരത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ ഈ ലൈറ്റും കാര്യങ്ങളും പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വണ്ടി റിവീലിങ് ചെയ്തതിന് മുമ്പായിട്ട് ഞാൻ വണ്ടി എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ വണ്ടി കുറച്ചുകൂടെ വൃത്തിക്കൊക്കെ റിവീലിങ് സമയത്ത് നമുക്ക് കാണാം. വേണമെങ്കിൽ ആ ഒരു ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടാണ് നിങ്ങൾ. ഗായ്സ്, ഇപ്പോൾ ബൈക്ക് റിവീൽ ചെയ്യുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ സമയം ഇപ്പോൾ രാത്രി 7:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആകാശമാണ് റിവീൽ ചെയ്യണം. വണ്ടിയുടെ ഒറിജിനൽ ഓണർ അല്ല, പക്ഷേ ഒരുങ്ങി കുട്ടപ്പനായിട്ട് വന്ന് നിൽക്കുക. ആകാശമല്ലേ പണിഞ്ഞത്. അപ്പോൾ ഒറിജിനൽ ഓണർ ഇപ്പോൾ സ്ഥലത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ആകാശമാണ് ഇപ്പം ബൈക്ക് റിവീൽ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ DG കസ്റ്റമറിൽ വെച്ചാണ് നമുക്ക് റിവീൽ ചെയ്യാനുള്ള സ്പോട്ട് റിവീലിംഗ് ടൈം സ്റ്റാർട്ടായിരിക്കുക കേട്ടോ. നമ്മൾ ആകാശ് അവിടെ സെറ്റായി നിൽക്കുക. നമ്മൾ DSLR-ലും കാര്യങ്ങളൊക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴത്തെ ലുക്ക്. അപ്പോൾ ഇപ്പോൾ കുറച്ച് മണ്ണും പൊടിയൊക്കെ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. വണ്ടി വാഷൊക്കെ ചെയ്തപ്പോൾ ഉള്ള ലുക്കാണ് ഞങ്ങൾ കുറച്ച് മുമ്പായിട്ട് കണ്ടു വന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ബാക്കിലോട്ട് പോകാത്ത നമുക്ക് ഡ്യൂക്കിൻ്റെ തന്നെ സ്വിംഗാമ്പാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ വണ്ടിക്ക് കുറച്ചുകൂടെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് വണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ അല്ല, വണ്ടി ഓട്ടിക്കുമ്പോൾ നല്ലോണം മനസ്സിലാവുന്നുണ്ട്. ഡ്യൂക്കിൻ്റെ സ്വിംഗാമ്പ്, ഡ്യൂക്കിൻ്റെ ഡിസ്ക്, ഡ്യൂക്കിൻ്റെ ഒലോയി, ഡ്യൂക്കിൻ്റെ കാലിപ്പർ, ബാക്ക് ഡ്യൂക്കിൻ്റെ ചെയിൻസ് പോക്കറ്റ് ഫുള്ള് ഡ്യൂക്കിൻ്റെയാണ്. ഫ്രണ്ട് അതിനൊക്കെ ഡ്യൂക്കിൻ്റെ അലയും കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. വണ്ടി ഈ ഒരു വണ്ടി ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗവും ഫുള്ള് ഡ്യൂക്കിൻ്റെയാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്ത്
പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്യൂക്കിൻ്റെ റേഡിയേറ്റർ. ഈ ഡ്യൂക്കിൻ്റെ റേഡിയേറ്റർ NS കയറ്റിയിട്ടുള്ള ഒരു ഫസ്റ്റ് NS ആയിരിക്കും ഇത്. എനിക്കറിയത്തില്ല, ഞാൻ വേറെ ഏതൊരിക്കും കണ്ടിട്ടില്ല. ഫസ്റ്റ് NS ആണെങ്കിൽ അത് ഇതായിരിക്കും ചിലപ്പം. വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ഇട്ടോ കേട്ടോ. ഡ്യൂക്കിൻ്റെ അങ്ങനെ റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ വലുതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കിറ്റ് കുറച്ച് ഇങ്ങനെ വേഗിലോട്ടൊന്ന് വലിച്ചിട്ടാണ് ഇട്ടേക്കണം. അപ്പം ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കുറച്ച് ഒന്ന് ബൾക്കിയായിട്ട് കിറ്റ് ജസ്റ്റ് ഒന്ന് ബൾക്കിയായിട്ട് ഇരിക്കുകയാണ്. വലിയ റേഡിയേറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എഞ്ചിൻ കുറച്ചുകൂടെ കൂളാവാൻ സഹായിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് അടിച്ചിരിക്കുന്ന പെയിൻറ്റ് എന്ന് വെച്ചാൽ ഹൈപ്പർ ഷിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് 7 കളറൊന്നുമില്ല, 2 കളർ വരുന്ന ഹൈപ്പർ ഷിഫ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അലോയിലും ഈ ഒരു ഭാഗത്തും അടിച്ചിരിക്കുന്നത് ക്യാൻഡി ബ്ലൂ ആണ്. വരുന്ന വഴിക്ക് ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വണ്ടി ഓട്ടിക്കാൻ ഉള്ള ഒരു കംഫർട്ട് എന്ന് വെച്ചാൽ വണ്ടിക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് കുറച്ച്. നമ്മളെ NSൻ്റെ വെയിറ്റ് ഇപ്പോൾ കാണാനില്ല ഭയങ്കരമായിട്ടെന്ന് വെച്ചാൽ. അത് ഇനിയിപ്പം ഇങ്ങനെ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ USDയും ഈ കാര്യങ്ങളൊക്കെ കയറ്റാനകത്ത് വെയിറ്റ് കൂടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. NSൻ്റെ വെയിറ്റ് അറിയാമല്ലോ. അപ്പോൾ ആ NSൻ്റെ വെയിറ്റിനേക്കാളും USDക്ക് സംഭവം ഫ്രണ്ട് നല്ല വെയിറ്റ് ഉണ്ടേ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ നല്ല വണ്ടിക്ക് നല്ല വെയിറ്റ് കൂടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നല്ല രീതിക്ക് വെയിറ്റ് കുറഞ്ഞു. അത് ഓട്ടിച്ചാലേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി ഇപ്പോൾ നിർത്തിയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വളയ്ക്കണമെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് സിമ്പിളായിട്ട് വളയ്ക്കാം. ഒരു സൈക്കിളൊക്കെ അത്രയ്ക്ക് വെയിറ്റ് കുറവൊന്നുമല്ല. സൈക്കിളൊക്കെ അതിൻ്റെ ലൈനൊക്കെ നമുക്ക് ഇതിപ്പോൾ കൊണ്ടുനടക്കാൻ പറ്റും. അത്രയ്ക്ക് നല്ലോണം വണ്ടിക്ക് വെയിറ്റ് കുറഞ്ഞൊരു ഫീലുണ്ട്. പിന്നെ ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ട് USD കാര്യങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് തന്നെ വണ്ടിയുടെ ബ്രേക്കിംഗ് കുറച്ചും കൂടെ ഒന്ന് കൂടിയിട്ടുണ്ട്. ഫ്രണ്ട് വെയിറ്റ് കിടക്കുന്നുണ്ട്. നമുക്ക് ബ്രേക്ക് കുടിക്കുമ്പോൾ ടയർ കറക്റ്റ് ലോക്കൊക്കെ ആവുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പം പെട്ടെന്ന് ഒരു സ്റ്റോപ്പിയൊക്കെ അടിക്കണമെങ്കിൽ ഈസി ആയിട്ട് അടിക്കാൻ പറ്റും. ഈ ഡ്യൂക്കിൻ്റെ ഫോർക്കും ഈ സ്വിംഗാമ്പൊക്കെ ഡയറക്റ്റ് ഫിറ്റിങ്ങൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് എളുപ്പപ്പണിയൊന്നും ആരും വിചാരിക്കണ്ട. കുറച്ച് ലെയ്ത്ത് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വർക്കാണ് കേട്ടോ. അത് ആകാശിൻ്റെ കടയിൽ വെച്ച് തന്നെ അവർ ശരിയാക്കിയത്. ലെയ്ത്ത് എന്ന് ഉദ്ദേശിച്ചത് കുറച്ച് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വർക്കാണ് ഈ സ്വിംഗാമ്പൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഞാൻ നേരിട്ട് കണ്ട ഒരു വർക്കാണ് കേട്ടോ. അതിൻ്റെ ഏതൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പണിപെട്ട് കയറ്റിയ സംഭവമാണ്. പക്ഷേ എന്തായാലും കുറച്ച് പണി വെട്ടാൽ വണ്ടി ഇപ്പം മാരക ലുക്കായിട്ടുണ്ട്. NS ഓണർ ഇപ്പം അവിടെ നിൽക്കണം എന്ന് വെച്ചു. നമ്മളിപ്പോൾ ഇതുകൊണ്ട് വന്നിട്ട് ആ പുള്ളിക്കാർ ഇങ്ങനെ വണ്ടി നോക്കിക്കൊണ്ടിരിക്കും. NS ഓണർ മാത്രമല്ല അല്ലാത്ത ഒരു ഡ്യൂക്ക് ഓണർ ആയാലും ശരി, പിന്നെ ബൈക്കിനോട് ക്രൈസുള്ള ഏതൊരാളും ഈ ഒരു വണ്ടി പോകുമ്പോൾ ഇപ്പോൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കളറായാലും പിന്നെ ഈ ഒരു ഹെഡ്ലൈറ്റ് USD കാര്യങ്ങളെല്ലാം കയറ്റാൻ നേരത്തെ ഒരു പ്രത്യേക ഒരു നോട്ടം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അതിപ്പം റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടല്ല, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു. നമുക്ക് കോർണർ ചെയ്യുന്ന സമയത്ത് പോലും ഒരു സ്റ്റെബിലിറ്റിക്ക് ഒരു പ്രശ്നമില്ല. സ്റ്റെബിലിറ്റി കൂടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഈ ഒരു സ്വിംഗാമ്പ് ഇത് കയറ്റിയുണ്ട് വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ലോണം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക് നല്ലോണം നോക്കുമ്പോൾ അറിയാം നല്ലോണം താന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് എത്രത്തോളം ഗ്രൗണ്ട് കുറയുന്നു അതിനനുസരിച്ച് നമുക്ക് വണ്ടിക്ക് സ്റ്റെബിലിറ്റി കൂടുകയും ചെയ്യും കേട്ടോ. ബ്രേക്കിംഗ് ആയാലും ഈ കോർണർ ചെയ്യുന്ന സമയത്തായാലും നമുക്കത് കൂടുകയും ചെയ്യും. അപ്പം ആ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ അതൊക്കെ പക്ക ക്ലിയർ ആണ്. കൊച്ചു കളിപ്പാട്ട വണ്ടിയാണൊക്കെ ഓടിക്കണമൊക്കെ ആയിപ്പോയി. ഇതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ പവറൊക്കെ ഉണ്ട്, പക്ഷെ നല്ലൊരു ഫണ്ണാണ് വണ്ടി ഓടിക്കാൻ. ഇങ്ങനെ സാധാരണ NSൽ ഡ്യൂക്കിനാണെങ്കിൽ ഏറ്റവും ഒരു രസമുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എന്താണ് അത് ഹോളൊക്കെ ഇട്ടല്ലേ കയറ്റിയ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ USD കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഹാൻഡിൽ പിടിച്ച് ഓടിക്കാനേ കുറച്ചുകൂടെ ഒന്ന് ഒരു കൊച്ചു വണ്ടി കണക്ക് കുട്ടി ഹാൻഡിൽ. പക്ഷേ ബ്ലോക്കിനിടയിലോ കുത്തിക്കയറ്റണൊക്കെ പൊളിയായിരിക്കും കേട്ടോ. ഇതിപ്പോൾ മിററും കാര്യങ്ങളൊന്നും വച്ചിട്ടില്ല കേട്ടോ വണ്ടിയിൽ. ഓക്കെ. കാറ് പെട്ടെന്നായി പോയി ഏട്ടാ. ഞാൻ കുനിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ വണ്ടിയിലെ ഒടിവാണ്. വൺ ഇഷ്യൂ എന്ന് വെച്ചാൽ വൻ വിഷയമാണ്. അതാണ് വണ്ടിക്കുള്ള ഒരു പോരായ്മ എന്ന് പറയുന്നത്. ഈ USD കയറ്റിവിടുന്നതൊക്കെ തന്നെ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വളച്ച് കാണിച്ചു തരാം. ഉണ്ടോ ഇത്രയുടെ വണ്ടിയിൽ ഒടിവുള്ള ഉണ്ടോ ഈ വീട്ടിൻ്റെ ഫ്രണ്ട് ഇറക്കി വരുമ്പോൾ ഇത്ര മാത്രമേ വണ്ടിക്ക് ഒടിവുള്ളൂ കേട്ടോ. നമുക്ക് ഇതിൻ്റെ കൂളൻ്റും കാര്യങ്ങളൊക്കെ അതാ ഈ ഒരു ഭാഗത്ത് ക്ലാമ്പ് അടിച്ചിട്ടാണ് കേട്ടോ വച്ചിരിക്കുന്നത്. അതിൻ്റെ അത് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ട് കൂളൻ്റ് കാണാൻ വേണ്ടി ഇവിടെ ഒരു ഇങ്ങനെ സ്പേസ് ഇട്ടേക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ സിംഗാമ്പൊക്കെ ഇരിക്കണുണ്ടോ. ഞാൻ പറഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് കേട്ടോ കട്ട് ചെയ്ത് അകത്തോട്ട് കയറ്റിക്കണമെന്ന് പറഞ്ഞാൽ അത് കാണത്തില്ല നിങ്ങൾക്ക്. ചെയിൻ സ്പോക്കറ്റും കാര്യങ്ങളൊക്കെ ഡ്യൂക്കിൻ്റെയൊക്കെ തന്നെ. പിന്നെ ടയർ രണ്ടും പുതിയതൊക്കെയാണ്. വണ്ടി ഓടിക്കാൻ ഭയങ്കര ഒരു കുട്ടി ബൈക്കാണ് കേട്ടോ. കുട്ടി ബൈക്ക് NS ഒക്കെ നേരത്തെ ഒരു മാസ് കണക്കാണ് ഇരുന്നത്. ആ മാസ് പോയിട്ട് ഇപ്പോൾ ഒരു ചെറിയൊരു വണ്ടി നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുന്നു. നമുക്ക് എവിടെ വേണം വണ്ടി കൊണ്ട് കയറാം എന്നൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. കുട്ടി ബൈക്ക് കളിപ്പാട്ടം. ഞാൻ എന്നിട്ട് കുറച്ച് പൊളിച്ച് ഓടിക്കാൻ കേട്ടോ ഈ റോഡൊക്കെ. വേണ്ട കോർണറൊക്കെ എടുക്കുന്നുണ്ടോ.
ഇത് വേറൊരു NSൻ്റെ ടാങ്കാണ് കേട്ടോ. ഇതിനകത്ത് ക്രിസ്റ്റൽ ചെയ്തതാണ്. ക്യാൻഡി റെഡിൽ ക്രിസ്റ്റൽ അല്ലേ? ഇതിൻ്റെ ബാക്കി പീസൊക്കെ ഇത് അവിടെ കിടക്കുകയാണ്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം. ഈ വണ്ടി ഇറങ്ങുമല്ലോ, പിന്നെയും വരാം. അപ്പോൾ ഈ വണ്ടി ഇറങ്ങാനേ അപ്പോൾ ഇത്ര റെഡിയൊക്കെ എത്ര നാളെ എടുത്തേ? ഇതിപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് 1 മാസത്തോളം എടുത്തു. സാധനങ്ങൾ ലെയ്ത്ത് വർക്കും അങ്ങനെയൊക്കെ അല്ലേ? പെയിന്റ് തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് വന്നത്. ഈ വണ്ടി അടിച്ച പെയിന്റിന്റെ ബാക്കിയാണ് ഞാൻ എൻ്റെ 390 സ്ലൈഡറിലും കാര്യങ്ങളൊക്കെ അടിച്ചു കേട്ടാ. അപ്പോൾ വണ്ടി ഓടിച്ചു നോക്കി എങ്ങനെയുണ്ട്? നമ്മളൊരു MT ഓടിക്കുന്ന ഒരു ഫീല്. അതാണ് ഞാൻ ചെറുതായുണ്ട്. ക്ലിയറൻസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് സ്റ്റെബിലിറ്റി കൂടിയിട്ടുണ്ട്. ഓക്കെ. ആകാശം മാത്രമല്ല നമ്മളെ സതീശനും ഇവിടെ ഇവര് ഇവർ രണ്ടും കൂടെ ചേർന്നതാണ്. സതീശനാണ് മെയിനായിട്ട് ഇരുന്നിട്ട് അതിൻ്റെ അത് വെൽഡിങ് ചെയ്തായിരുന്ന വന്നും പോയല്ല. വെൽഡിങ് അല്ല, ബാക്കി ലെയ്ത്ത് വർക്കും കാര്യങ്ങളൊക്കെ സതീശനാണ്. അതും പോയാ സിംഗാമ്പൊക്കെ പോരച്ചതാ. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, സാധാരണ ഒരാൾ ലെയ്ത്തി കൊടുത്തില്ലേ അതൊക്കെ ചെയ്യാനുള്ള. അപ്പൊ അത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തതാ. ലെയ്ത്ത് വർക്ക് പിന്നെ തോന്നുന്നു എൻ്റെ വന്നിട്ടുള്ള അത് ലെയ്ത്തി കൊടുത്തേ ചെയ്യാക്കൂടെ അല്ലേ? അപ്പൊ ഡയറക്റ്റ് ഫിറ്റിംഗ് ഒന്നും ഇല്ല അല്ലേ? അതെല്ലാം ലേറ്റി കൊടുത്ത് ചെയ്ത് ഫേസ് കറക്റ്റ് ആവില്ലല്ലേ, നമ്മളെ സാധാ ഗ്രീൻഡറിന് കട്ട് ചെയ്തിടാം. ഓക്കെ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടിയിൽ ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻ കാര്യങ്ങളായി കേട്ടോ. മോഡിഫിക്കേഷൻ എന്ന് പറയാൻ വണ്ടി ഇപ്പം എന്താണ് ഓട്ടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആർക്കും ഉപദ്രവം ഇല്ലാത്തൊരു മോഡിഫിക്കേഷൻ കേട്ടോ. കുറച്ചും കൂടെ കംഫർട്ട് ആക്കിയിട്ടുണ്ട് നമ്മൾ NS2 കൊണ്ട് തന്നെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. മെയിനായിട്ട് വണ്ടിയുടെ റിവ്യൂലിംഗ് വീഡിയോ ആണ് നമ്മൾ എടുക്കാൻ വേണ്ടി നിന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ വന്നപ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് പിന്നെ ആയാൽ നടക്കത്തില്ല, അതുകൊണ്ട് ഇതും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയതെന്ന് വിചാരിക്കുന്നു. NS ഓണർക്കായിരിക്കും ചിലപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയ്ക്കും ഗുഡ് ബൈ. ഇന്ന് വണ്ടി പൊക്കാനുള്ള തുണിയാണ് കേട്ടോ. പക്ഷെ വണ്ടിയുടെ റിവീലിങ് ആ തുണിയാണ് കേട്ടോ. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ റിവീലിങ് യൂട്യൂബ് ചാനൽ വരുന്നത്. അതൊക്കെ നമുക്ക് നേരത്തെ കണ്ടില്ലേ, ആ ഒരു തുണിയാണ് ഇപ്പം ഈ തുണി.